അല്ല, ഞമ്മള് ഗഫൂർ ഖാന്റെ മണി ഓർഡർ അയച്ചു. മണി ഓർഡർ അല്ല, കത്ത. അയ്യേ, മണി ഓർഡർ ഇല്ലേ? കത്ത്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട തങ്കക്കുടമേ, എന്താ സൂറാവി, ആഗോള സാമ്പത്തിക മാധ്യമവും നിതാക്കത്തിന്റെ പ്രശ്നവും ഗൾഫിനെ വല്ലാണ്ട് ബാധിച്ചു. ഈ മാസം നമ്മൾ മൊത്തത്തിൽ ടൈറ്റാണ്. എല്ലാ മാസവും ഞാൻ അയക്കുന്ന മണി ഓർഡർ ഈ മാസം ഉണ്ടാവുന്നതല്ല. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കണു. അതുകൊണ്ട് അനക്ക് ഈ മാസം 25,000 രൂപയ്ക്ക് പകരമായിട്ട് ഞാൻ നിനക്ക് ഒരു 100 സ്നേഹ ചുംബനം ഇതിനോടുകൂടി അയക്കുന്നു. ഉമ്മ 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 ഉമ്മ. നമ്മളെ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി ഇതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്നേഹത്തോടെ ഗഫൂർക്ക. ഇത് വല്ലാത്തൊരു പണിയായിപ്പോയല്ലോ എന്റെ ഗഫൂർക്ക. ഇനിയിപ്പോ നമ്മൾ ആ പാൽക്കാരനും പത്രക്കാരനൊക്കെ കാശ് എവിടുന്ന് എടുത്ത് കൊടുക്കും? ഗഫൂർക്ക, നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാര്യന്റെ കത്ത് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, വേഗം എടുക്ക്. നമ്മളെ പ്രിയപ്പെട്ട ഗഫൂർക്ക, എന്തോ നിങ്ങൾ അയച്ച 100 ചുടി ചുംബനങ്ങൾ നമ്മള് കിട്ടി ബോധിച്ച് വളരെ നന്ദിയുണ്ട് ഗഫൂർക്ക, നന്ദിയുണ്ട്. കഴിഞ്ഞ മാസത്തെ ചെലവിന്റെ കണക്കുകളൊക്കെ ഞാൻ ഇതോടൊപ്പം അയക്കുന്നുണ്ട്. ഒരു മാസത്തെ പാലിന്റെ കാശിന് പകരമായിട്ട് പാൽക്കാരന് ഞാൻ 2 ചുടി ചുംബനം കൊടുത്ത് അത് സെറ്റിൽ ചെയ്ത് ബില്ല് അടക്കാഞ്ഞിട്ട് ഫ്യൂസ് ഊരാൻ വന്ന കറണ്ട് ഓഫീസിലെ ആൾക്ക് 7 ചുംബനങ്ങൾ കൊടുത്ത്. അങ്ങനെ അയാൾ ഫ്യൂസ് ഊരാതെ പോയി. വാടക വാങ്ങാൻ വന്ന ഹൗസ് ഓണർക്ക് 10 ചുംബനങ്ങളാണ് കൊടുത്തത്. അതും വാങ്ങി അടുത്ത മാസം നേരത്തെ വരാന്ന് പറഞ്ഞ ആള് പോയി. പറച്ചോനെ, ആ ഹൗസ് ഓണർ എന്ന് പറഞ്ഞ പരാല് നമ്മളെ വലിയാറിനോന്റെ മോനാണല്ലോ. പിന്നെ പലചരക്ക് കടയിലെ ദാമോരേട്ടന് പറ്റ് തീർക്കാൻ 11 ചുംബനം കൊടുക്കേണ്ടി വന്നിട്ടോ. നമ്മളെ ഫോണില് മിസ് കോൾ ഇടാൻ കൂടി ബാലൻസ് ഇല്ലാത്തോണ്ട് റീചാർജ് ചെയ്യണ മൊബൈൽ ഫോൺ ഷോപ്പിലെ ഷാപ്പിക്ക് ഒരു 20 ചുംബനം കൊടുത്ത്. പിന്നെ അവസാനായി ഈ കത്തയക്കാൻ സ്റ്റാമ്പിന് കാശില്ലാത്തത് കാരണം പോസ്റ്റ്മാനും കൊടുത്തൊരു 10 ചുംബനം. ഈ കത്ത് അവിടെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഗഫൂർക്ക് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ അയച്ച 100 ചുംബനത്തിൽ ഇപ്പോഴും 40 എണ്ണം ബാക്കിയുണ്ട്. അത് അടുത്ത മാസത്തേക്ക് വരവ് വെച്ചോളാട്ടാ.